അല്ല, ദിവസവും നേരം വെളുക്കുമ്പം ഒരു 10 പ്രാവശ്യം വീതം തിലകൻ്റെ സിനിമ എല്ലാം ഇട്ട് കണ്ടുകൊണ്ടിരിക്കുക. തിലകൻ്റെ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് തിലകൻ്റെ മക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ? തിലകൻ്റെ വാശിയുടെയും തിലകൻ്റെ വൈരാഗ്യത്തിൻ്റെയും പുറത്ത് മക്കളെല്ലാ സിനിമയിലും മോഹൻലാൽ നശിച്ചു പോയിട്ടില്ലേ ഉള്ളൂ. വീണ്ടും വീണ്ടും അത് കണ്ടിട്ട് നീ എന്തിനാ വീണ്ടും വീണ്ടും അത് കാണുന്നത്? സമാധാനവും സന്തോഷമുള്ള സിനിമ കണ്ടിട്ട് ആ വഴിക്ക് നീ പോ. എല്ലാവരും ആ സമാധാനവും സന്തോഷവും അടിയും ലഹളയും ബുക്കാറും ഇല്ലാത്ത സിനിമകൾ കാണും, സന്തോഷമുള്ള സിനിമകൾ കണ്ട് ജീവിതം അങ്ങനെ ആക്കി ഞാൻ. അല്ല, വാശിയും വൈരാഗ്യവും വെച്ച് മക്കളെ വളർത്തിയ മക്കളിങ്ങനെ വരും. ആ സ്പടിയം തന്നെ നമുക്ക് മോഹൻലാലിനെ ഒരു നിമിഷ നേരത്തെ ഇതുകൊണ്ടല്ലേ ആ മോഹൻലാൽ അങ്ങനെ ആയിപ്പോയത്. അല്ല, സിനിമ കണ്ടാവുന്നല്ല, വീണ്ടും വീണ്ടും രാവിലെ തൊട്ട് വൈകിട്ട് വരെ 5, 10, 15 പ്രാവശ്യം കണ്ടിട്ട് നീ ഇത്ര നാൾ എന്ത് നേടി? നീയല്ല, എല്ലാരും ഇങ്ങനത്തെ ഈ സിനിമകൾ കാണിക്കരുത്. യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ സിനിമകളല്ല കാണിക്കണ്ടേ. അച്ഛനും അമ്മയും മക്കളെ വളർത്തി വൃത്തിയാക്കി അവര് രക്ഷപ്പെടുന്ന സിനിമകളാ കാണിക്കണ്ടേ. അതല്ല, സിനിമ കാണുന്ന പോലല്ല. ഇന്നത്തെ കൊച്ചു പിള്ളേർ വളർന്നു വരുന്ന സിനിമയെ പിന്നെ പ്രതിനിധീകരിച്ച് അതുപോലെ ആവണം. ആ സിനിമയിൽ ചാടുവാണെങ്കിൽ അങ്ങനെ, സിനിമയിൽ തൂങ്ങുവാണെങ്കിൽ അങ്ങനെ, സിനിമയിൽ കയറിട്ട് അതിൽ കയറുവാണെങ്കിൽ അങ്ങനെ. എന്ത് ചെയ്താലും കൊച്ചുങ്ങൾക്ക് അതുപോലെ കാണിക്കണമെന്നാ. സമാധാനവും സന്തോഷവും ഉള്ള സിനിമകൾ കണ്ട അതുപോലെ ആവിനെ.